ചാറ്റ് ജി പി ടി കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇന്റർനെറ്റ് വിപ്ലവത്തിന്റെ പേരാണ് ചാറ്റ് ജി പി ടി. എന്താണ് ഈ ചാറ്റ് ജി പി ടി? ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അതായത് ഗൂഗിൾ പോലെ തന്നെയുള്ളൊരു സെർച്ച് ചെയ്യുവാൻ വേണ്ടിയുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ ചർച്ചയാകാൻ കാരണം, അല്ലെങ്കിൽ ഇത് ഇത്രമാത്രം പറയപ്പെടാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രവർത്തനത്തിലേക്ക് വന്ന് 5 ദിവസം കൊണ്ട് തന്നെ 1 മില്യൺ യൂസേഴ്സ് ആണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 3 മാസമാവുന്നു ഈ സോഫ്റ്റ്വെയർ വന്നിട്ട്. അപ്പോൾ തന്നെ നമ്മൾക്ക് ഇതിന്റെ ഉപഭോക്താക്കളുടെ എണ്ണം സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എന്തുകൊണ്ടാണ് ഇത് ഗൂഗിളിനെ വരെ മറികടക്കും എന്ന് പറയുന്നത്? നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒട്ടനവധി ഓപ്ഷനുകൾ നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെയാണ് ചാറ്റ് ജി പി ടി വ്യത്യസ്തമാവുന്നത്. നമ്മൾ ഗൂഗിളിൽ പോലെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ആ ഗൂഗിളിൽ നിന്നുള്ള, അല്ലെങ്കിൽ അതുപോലുള്ള കംപ്ലീറ്റ് സൈറ്റുകളിൽ നിന്നുള്ള വിവരം ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് കിട്ടും. കൂടാതെ ഇതൊരു കണ്ടിന്യൂസ് ചാറ്റ് പ്രോസസ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഗൂഗിൾ ഒരു ബുക്കാണെന്ന് വിചാരിക്കുക. ആ ബുക്കിനെ കുറിച്ച് A to Z കാര്യങ്ങൾ അറിയാവുന്ന നമ്മുടെ ഒരു സുഹൃത്താണ് ചാറ്റ് ജി പി ടി. അപ്പോൾ ഈ ചാറ്റ് ജി പി ടി എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഇത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നൊന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിളിനോട് ചോദിക്കുകയാണ് ഹൗ ടു മേക്ക് എ കോട്ടയം സ്റ്റൈൽ ചിക്കൻ കറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ഒട്ടനവധി ഓപ്ഷൻസുകൾ നമുക്ക് തരും. അതേസമയം ഇത് തന്നെ നമ്മൾ ചാറ്റ് ജി പി ടിയോട് ചോദിക്കുകയാണ് ഹൗ ടു മേക്ക് എ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി അല്ലെങ്കിൽ കോട്ടയം സ്റ്റൈൽ ചിക്കൻ കറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓരോ സ്റ്റെപ്പും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അല്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യം ചാറ്റ് ജി പി ടിയോട് ചോദിക്കുകയാണ് ഹൗ ടു മേക്ക് എ ലീവ് ലെറ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കിത് കാണിച്ചു തരും. ഇല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിളാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അവർ തന്നെ ഒരു ലീവ് ലെറ്റർ നമുക്ക് എഴുതി തരും. അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഒരു മെയിൽ അയക്കണം, നമ്മൾ ആ മെയിൽ ടൈപ്പ് ചെയ്തു, അതിനകത്ത് വാക്കുകൾ തെറ്റുണ്ടാകാം, വാക്യങ്ങൾ തെറ്റുണ്ടാകാം, സെന്റൻസുകൾ മിസ്റ്റേക്ക് ഉണ്ടാകാം. ഈ മെയിൽ തന്നെ കോപ്പി ചെയ്ത് നമ്മൾ ചാറ്റ് ജി പി ടിയിൽ ഇടുകയാണ്. എന്നിട്ട് കറക്റ്റ് ദിസ് സെന്റൻസ് എന്നൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ സെന്റൻസ് വളരെ വൃത്തിയായിട്ടും മനോഹരമായിട്ടും ചാറ്റ് ജി പി ടി നമ്മൾക്ക് മാറ്റി എഴുതി തരും. അപ്പോൾ ഇതാണ് ചാറ്റ് ജി പി ടി. അപ്പോൾ എങ്ങനെയാണ് ഈ ചാറ്റ് ജി പി ടി ലോഗിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ ഗൂഗിൾ ക്രോമിൽ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ആയി വരും. നമ്മളതൊന്ന് ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പേജ് വരുന്നത്. അവിടെ ട്രൈ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞ് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ലോഗിൻ സൈനപ്പ് 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈനപ്പ് കൊടുക്കുക, സൈൻ ഇൻ ആകും. ഇല്ലെങ്കിൽ ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. ഇമെയിൽ ഐ ഡി കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കാം, ഇല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കാം. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിലുള്ള മെയിൽ ഐ ഡി അവിടെ കാണിക്കും. ഒന്ന് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ഡൺ കൊടുക്കുക. ഇവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനൊരു ബോക്സ് കാണാം. അവിടെ നമ്മൾക്ക് എന്താണോ വേണ്ടത് അതൊന്ന് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ് ഹൗ ടു മേക്ക് എ ലീവ് ലെറ്റർ എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. സെൻഡ് കൊടുക്കുക. നമ്മളിത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു ലീവ് ലെറ്റർ എഴുതേണ്ടത് എന്നുള്ളൊരു ഫോർമാറ്റ് നമുക്കവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരും. ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആകും. ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യമാണ് അറിയേണ്ടത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ സ്കൂൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു, സെൻഡ് കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ സ്കൂള് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ നേരത്തെ വർക്കിൻ്റെ ലീവ് ലെറ്റർ ആയിരുന്നു, അത് സ്കൂളിൻ്റെ ലീവ് ലെറ്ററാക്കി അവർ മാറ്റി തരുന്നു. ഇവിടെയാണ് നമ്മൾ ഗൂഗിളുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ചാറ്റ് ജി പി ടി. നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ തന്നെ കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് വാക്കുകൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു വാക്ക് കൊടുത്താൽ അതിനോടനുബന്ധിച്ച് ആ ചാറ്റ്, മുകളിലുള്ള ചാറ്റ് മാറ്റി നമ്മൾക്ക് പുതിയ ചാറ്റ് വന്നുകൊണ്ടിരിക്കും. ഈ രീതിയിൽ ചാറ്റ് ജി പി ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് ലോഗ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇടതുവശത്ത് മുകളിലായിട്ടൊരു 3 ഡോട്ട് ഉണ്ട്. അവിടെ നമുക്ക് ലോഗ് ഔട്ട് എന്ന് പറഞ്ഞ് കാണാം. ഇനി നമുക്കിതിൻ്റെ പെയ്ഡ് വേർഷൻ വേണമെങ്കിൽ അപ്ഗ്രേഡ് ടു പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് പെയ്ഡ് വേർഷനിലേക്ക്, കുറച്ചുകൂടെ സ്പീഡിലുള്ള വേർഷനിലേക്ക് മാറ്റാൻ പറ്റും. ഇനി നമുക്ക് ഈ സെർച്ച് ചെയ്ത ഹിസ്റ്ററി ക്ലിയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി, ഹിസ്റ്ററി ക്ലിയർ ആകും. കുറച്ച് ടൈം എടുക്കും, പക്ഷേ ഹിസ്റ്ററി ക്ലിയർ ആയിക്കോളും. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഹൗ ടു മേക്ക് എ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി എന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്തു. ഇനി സെൻഡ് ചെയ്യുകയാണ്. സെൻഡ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി എന്താണ്,
അത് എങ്ങനെ വെക്കാം, അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്, ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾക്ക് അവരിത് ടൈപ്പ് ചെയ്ത് മെസ്സേജായിട്ട് കാണിച്ചു തരും. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ചാറ്റ് GPT ലോഗിൻ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ മെയിൽ ID കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഒരു ഫോൺ നമ്പർ വെരിഫിക്കേഷന് വേണ്ടി ചോദിക്കും. അതിലേക്കൊരു OTP അവർ അയച്ചു തരും. അതിൽ വാട്സാപ്പ് ഉണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് വേണമോ എന്ന് ചോദിക്കും. വാട്സാപ്പിലേക്ക് വേണമെങ്കിൽ വാട്സാപ്പ് എന്ന് പറഞ്ഞതിൽ ടിക്ക് കൊടുത്താൽ വാട്സാപ്പിലേക്ക് ആ OTP വരും. ഇൻ കേസ് നമ്മൾക്ക് ആ നമ്പറിൽ വാട്സാപ്പ് ഇല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് മെസ്സേജിലേക്ക് OTP വരും. ആ OTP വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇത് ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. പിന്നീട് കയറുമ്പോൾ നമ്മുടെ മെയിൽ ID മാത്രം സെലക്ട് ചെയ്താൽ മതി. കണ്ടല്ലോ, ഇങ്ങനെയാണ് ചാറ്റ് GPT വർക്ക് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ്, ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ചാറ്റ് GPT ഗൂഗിളിനെ വരെ മറികടക്കുമെന്ന് പറയപ്പെടുന്നത്. നിങ്ങൾക്കും ഇത് ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ ഉപയോഗപ്രദമാകും. നിങ്ങളിതൊന്ന് ലോഗിൻ ചെയ്യുക, ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇത് ഇഷ്ടപ്പെടുകയും നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുകളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.